യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ആവശ്യമുള്ളത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൊടുത്തിട്ടുണ്ട്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം ചോദിച്ചു വാങ്ങിച്ചല്ലേ. അതായത് അമേരിക്ക വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴും ഇന്ത്യ സംയമനം പാലിക്കുകയായിരുന്നു. ഒരു വാക്പോരിനോ ഒരു കൃത്യമായ ഒരു നടപടിക്കോ ഇന്ത്യ പോയില്ല. ആകെ കൂടെ ചെയ്തത് അമേരിക്ക നൽകാമെന്ന് പറഞ്ഞ F-35 യുദ്ധവിമാനം തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട. ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് 5ാം തലമുറ യുദ്ധവിമാനം സ്വന്തമായി നിർമ്മിക്കുക എന്നുള്ള ന്യായമാണ് ഇന്ത്യ നിരത്തിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ റഷ്യയുമായിട്ട് അതിനുള്ള പരിപാടി നോക്കുന്നുണ്ട്. സുഖോയ് 57 ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് അത് ഇന്ത്യൻ സേനയ്ക്ക് കൊടുക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അമേരിക്കയെ പിണക്കണ്ട എന്ന് കരുതി നിന്നിട്ട് സമ്മതിക്കുന്നില്ല. അവസാനം പിന്നെ വയറിറച്ച് കൊടുക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ആരോപിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു. റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 10 വർഷത്തോളമായി ആ യുദ്ധം നടക്കുന്നു. അപ്പോൾ അത് അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കണം. അതിനുവേണ്ടി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നുള്ളതാണ്. അത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ 100% നികുതി ചുമത്തുമെന്നുള്ളതാണ് ട്രംപിൻ്റെ ഉത്തരവ്. നിലവിൽ 25% ഇന്ത്യക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട് 100% വരെ ആക്കും എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ സംയമനം പാലിച്ചു. പക്ഷേ സൈ കെട്ടപ്പോൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് റഷ്യയുമായി വ്യാപാരം നടത്തുന്നു എന്നുള്ളതാണല്ലോ അമേരിക്കയുടെ പരാതി. പക്ഷേ യഥാർത്ഥത്തിൽ റഷ്യയുമായി അമേരിക്ക വ്യാപാരം നടത്തുന്നുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനും റഷ്യയുടെ പേരിൽ ഇന്ത്യക്കെതിരെ കുതിര കയറാൻ വന്നിരുന്നു. യൂറോപ്യൻ യൂണിയനും അതായത് യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് നല്ല രീതിയിൽ വ്യാപാരം നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തുന്നു. ഇതിൻ്റെ വസ്തുതകൾ സഹിതമാണ്, കണക്കുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടാണ് റഷ്യ നിലപാട് വ്യക്തമാക്കുന്നത്. അതായത് അമേരിക്ക അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണല്ലോ ഇന്ത്യക്കെതിരെ തിരിയുന്നത്. പക്ഷേ അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇറക്കുമതി, അത് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ഒന്നാമത്തത് യുറേനിയവും ഹെക്സാഫ്ലൂറൈഡും. ഇത് രണ്ടും അമേരിക്കയിലെ ആണവ നിലയങ്ങൾക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയാക്ടറുകളിൽ ഉപയോഗിക്കേണ്ട അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ ഇത് അമേരിക്ക റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതുകൂടാതെ പല്ലാഡിയം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് ഈ ഇലക്ട്രോണിക് വെഹിക്കിൾസ്, ബാറ്ററിയിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറുകൾ അടക്കമുള്ള വാഹനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട സംഗതിയാണ്. ഇതുകൂടാതെ വളങ്ങൾ, അതേപോലെ രാസവസ്തുക്കൾ അടക്കമുള്ളവ അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്നതിൽ അമേരിക്കയ്ക്ക് വിരോധമുള്ളത്. ഇനി അടുത്ത ഇര യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024 67.5 ബില്യൺ യൂറോയുടെ ഇടപാട് റഷ്യയുമായി നടത്തി. അതിന് മുമ്പത്തെ വർഷം നടത്തിയത് 17.2 ബില്യൺ യൂറോയുടെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഒരു വർഷം കൊണ്ട് എന്തുമാത്രം വർദ്ധിച്ചു. ഈ ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. 2014 15 മറ്റോ ആണ് രണ്ടുപേരും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇത്രയും ഇടപാട് നടത്തുന്നെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് മാത്രമാണ് ഇത്ര പ്രശ്നം. ഇനി അതുമാത്രമല്ല, ഇനി പ്രകൃതിവാതകത്തിൻ്റെ കാര്യം. അതായത് 2024 യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി 16.5 മില്യൺ ടൺ പ്രകൃതിവാതകം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 15.21 മില്യൺ ടണ്ണായിരുന്നു. അതായത് പ്രകൃതിവാതകത്തിൻ്റെ ഇറക്കുമതിയിലും വർഷങ്ങളോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയാലാണ് പ്രശ്നം. പക്ഷേ ഇന്ത്യ പറയുന്നു ഒരു പരിധി വരെ, അല്ലെങ്കിൽ നേരിട്ടും അമേരിക്ക ഇന്ത്യയെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന്. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. അതായത് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ എണ്ണ വാങ്ങാൻ തുടങ്ങി. അതോടെ ഇന്ത്യക്ക് എണ്ണ കിട്ടാതായി. അതായത് റഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല, അവരെല്ലാവരും കൂടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നു. അപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് തരാൻ സപ്ലൈ ഇല്ല. അപ്പോൾ ഇന്ത്യക്ക് വേറെ മാർഗ്ഗമില്ല, ഇന്ത്യ നേരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. ഇത് അമേരിക്ക പിന്തുണച്ചിരുന്നു. കാരണം ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു ഇടനിലക്കാരൻ്റെ റോളാണ് വാസ്തവത്തിൽ ചെയ്തത്. കാര്യം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ സംസ്കരിച്ച് അത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, മറ്റ് ഉൽപ്പന്നങ്ങളാക്കി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മേഖലയുടെ, അതായത് ഈ മൊത്തം ലോകത്തെ മുഴുവൻ ഈ ഇന്ധന വിതരണ ശൃംഖലയുടെ സന്തുലനം പാലിക്കാൻ നൽകുന്ന സംഭാവന എന്ന നിലയിൽ
ഇന്ത്യയുടെ ഈ പ്രവൃത്തിയെ അമേരിക്ക പിന്തുണക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് ആ നിലപാടില്ല, അമേരിക്ക ഇതിൽ മാറുന്നു. അപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും ആഗോള വിപണിയെ ആശ്രയിച്ചുമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് റഷ്യ ഇന്ത്യക്ക് ഏതാണ്ട് ബാരലിന് $60 കണക്കാണ് എണ്ണ തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ വാങ്ങാൻ പോയാൽ ഏതാണ്ട് $120 മുതൽ $130 വരെ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും. അതെ. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ തരുന്നത് ആരാണോ അവരിൽ നിന്ന് വാങ്ങുകയാണ് ഒരു വിപണി നയത്തിൽ ചെയ്യേണ്ടത്. കാരണം ഇന്ത്യ ഒരു ഉപഭോക്തൃ രാജ്യമാണ്. ഇന്ത്യക്ക് സ്വന്തമായി എണ്ണ ഉൽപ്പാദനം ഇല്ല. ഏതാണ്ട് 80 മുതൽ 85% വരെ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യാർത്ഥം നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങണം. അല്ലാതെ ഇത് വേണ്ടെന്ന് വെച്ച് കൂടുതൽ വിലയ്ക്ക് വാങ്ങാൻ പോയാൽ നമ്മുടെ ജനങ്ങൾ കഷ്ടത്തിലാവും. അപ്പോൾ ഇത് കണക്കാക്കിയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. അത് മാത്രമല്ല, എവിടെ നിന്ന് എണ്ണ വാങ്ങണം, എന്ത് ചെയ്യണമെന്നുള്ളത് അത് ഇന്ത്യയുടെ തീരുമാനമാണ്. ഒരു പരമാധികാര റിപ്പബ്ലിക്കിന് സ്വന്തമായ അവകാശമുണ്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാൻ. അതിലിപ്പോൾ തൽക്കാലം ഇടപെടേണ്ട എന്നുള്ളതാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന മറുപടി. അതായത് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് 25% നികുതിയാണ്. ഇതുവരെ ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരു അമർഷം രേഖപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായി ഒരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് കടുത്ത നിലപാടുകളിലേക്കോ അല്ലെങ്കിൽ കടുത്ത വാക്കുകളിലേക്കോ ഇന്ത്യ പോകാതിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ട്രംപ് ആവർത്തിക്കുന്നു, ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തുന്ന ഒരു രാജ്യത്തിലുള്ളതാണെന്ന്. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ 40% വരെയാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അത് ഏറെക്കുറെ ശരിയുമാണ്. കാരണം അമേരിക്ക ഇന്ത്യയിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കാർഷിക വിഭവങ്ങളും ചില അതായത് ഇലക്ട്രിക് കാറുകളും അതേപോലുള്ള സംഗതികളുമൊക്കെയാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചോളവും ആപ്പിളും അല്ലെങ്കിൽ മറ്റ് സസ്യ എണ്ണകൾ അടക്കമുള്ളവ തന്നെയാണ് അമേരിക്ക ഇങ്ങോട്ട് തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് വന്നാൽ നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും. അപ്പോൾ ആ ഉൽപ്പന്നങ്ങളുടെ വരവിനെ ചെറുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉയർന്ന നികുതി അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നത്. അത് ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഉൽപ്പാദന രാജ്യമാണ്. നമ്മൾ ഏറിയ പങ്കും വിദേശത്ത് കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിദേശത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് പണം ആർജിക്കാൻ. അങ്ങനെ ഒരു വിപണി ഇന്ത്യയിലുള്ളപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സാധനം മറ്റ് തദ്ദേശീയമായിട്ടുള്ള സാധനങ്ങൾ കെട്ടിക്കിടക്കുകയും അതിൻ്റെ വില ഇടിയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളല്ല ട്രംപ്. പക്ഷേ ഏകപക്ഷീയമായിട്ട്, അതായത് ഈ കാര്യത്തിലുള്ള ധാരണയിലെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ചില വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും നികുതി ഘടനകൾ സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായി. അതിൽ പരിഹാരം ഉണ്ടാകാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര കരാർ അതിലാണ് തട്ടിപ്പിരിഞ്ഞത്. പക്ഷേ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു വ്യാപാര കരാറിലോട്ട് എത്താനുള്ള സാധ്യത ഇതുവരെ അടഞ്ഞിട്ടില്ല. പക്ഷേ ട്രംപ് ഇത്തരത്തിൽ നിലപാടെടുക്കുന്നു, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇന്ത്യ റഷ്യയുമായി എണ്ണ ഇടപാട് നടത്തുന്നത് അംഗീകരിക്കാനാകില്ല. റഷ്യ ഉടനെ തന്നെ ഉക്രൈനുമായിട്ടുള്ള സംഘർഷമൊക്കെ അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാറിലോട്ടൊക്കെ വരണം. അതിന് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, കാര്യം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കെല്ലാം മറ്റ് രാജ്യങ്ങളെ ഈ എണ്ണ പ്രകൃതിവാതകം കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ ട്രംപിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ബലി കൊടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.